Welcome to my YouTube channel, Papu and Granny. ഇന്നത്തെ എൻ്റെ റെസിപ്പി കുട്ടികൾക്കുള്ള റെസിപ്പിയാണ്. മുതിർന്നവർക്കും അരക്കൈ നോക്കാം. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു മാക്രോണി പാസ്തയാണ്. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ, മക്കളായിട്ട് പോകുമ്പോൾ, റിലേറ്റീവ്സ് വരുമ്പോൾ അവർക്കൊക്കെ കുട്ടികൾ ആദ്യം ഓർഡർ ചെയ്യുന്നത് എന്താ വേണ്ടത്? അപ്പോൾ അവർ ഓർഡർ ചെയ്യുന്ന സാധനമാണ് ഞങ്ങൾക്ക് പാസ്ത മതി. അപ്പോൾ അതിന് ഒരു വ്യത്യസ്തമായിട്ട് എപ്പോഴും ഹോട്ടലിൽ പോയിട്ട് പാസ്ത കഴിക്കേണ്ട വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാസ്ത ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ ഈ പാസ്തയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഞാൻ ഇതിനകത്ത് മൈദ ഒട്ടും ചേർക്കുന്നില്ല. വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അമ്മ ഇന്ന് ഈ പാസ്ത ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾക്കും കഴിക്കാൻ നല്ലതാണ്. അതിൽ വ്യത്യസ്തത എന്ന് പറയുന്നത് മൈദയ്ക്ക് പകരം അമ്മ ഉപയോഗിക്കുന്ന രണ്ട് സാധനം മക്കാനയാണ്. ഈ സാധനം നമ്മൾ ചെറുതായി നെയ്യിലൊന്ന് സോട്ട് ചെയ്തിട്ട് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, ചാട്ട് മസാലയും കുറച്ച് പെപ്പറൊക്കെ ഇട്ടിട്ട് പോപ്കോൺ കഴിക്കുന്ന പോലെയും ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ ഹെൽത്തിയാണ്. ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണിത്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അമ്മ പറയണതാണ് കേട്ടോ. അപ്പോൾ ഇത് ബീഹാറിലല്ലടാ, ബീഹാറിൽ ആണ് ഇതിൻ്റെ ഉത്ഭവം. അവിടെ തടാകങ്ങളിലും ഒക്കെ ഇത് നട്ടു വളർത്തി ഒരു തരം താമരയുടെ വിത്താണത്, താമര വിത്താണത്. കണ്ടോ, ഇതാണ് ഈ മക്കാന രൂപത്തിൽ. നമുക്കിതിന് ആരെ പേരിട്ടേന്ന് എനിക്കറിയില്ല. എന്താ മക്കാന, പക്ഷേ വളരെ ഹെൽത്തിയാണ്, നമുക്ക് വയറിന് നല്ലതാണ്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെ തടുക്കൂന്നൊക്കെയാണ് പറയുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ അറിവാണത്. അപ്പോൾ മൈദയ്ക്ക് പകരം അമ്മ ഉപയോഗിക്കുന്നത് 1 കപ്പ് മക്കാനയും 1/2 കപ്പ് കാഷ്യൂനട്ടുമാണ്. ഇതാണ് നമ്മുടെ പേസ്റ്റ്, അതായത് മൈദയ്ക്ക് പകരമുള്ളത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. ഇനി നമുക്ക് ഇത് പതുക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇടുകയാണേ. ഒരു കപ്പാണ് കേട്ടോ അമ്മ എടുത്താണ്. വളരെ വിലക്കുറവാണ് ഈ സാധനത്തിന്. അത് മൊരിഞ്ഞു പോവരുത്. പതുക്കെ ഒന്ന് ചൂടാണ്. അത് നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ടിക്ന്ന് മുറി പൊട്ടും. അതാണ് അതിൻ്റെ ഒരു പാകം കേട്ടോ. ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോഴേക്കും ഞാൻ ഈ പാസ്ത, ഇത് ഞാനൊന്ന് കഴുകിയതാണ് കേട്ടോ. ഈ പാസ്ത ഒന്ന് വെള്ളത്തിലിട്ട് വേവിക്കാം. പാസ്ത വേവിക്കുമ്പോൾ അതിൽ കുറച്ച് എണ്ണയും ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അതിങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കാൻ നല്ല പാസ്തയൊക്കെ ആണെങ്കിൽ, മാക്രോണിയാണിത്, പെനെ പാസ്ത, അങ്ങനെ അതാണ് വന്തിയൊക്കെ ഏറ്റവും ഇഷ്ടം. പക്ഷേ അത് ഇച്ചിരി ഉള്ളു. കണ്ടോ, കുറച്ചേ ഉള്ളൂ. അപ്പം അത് കാരണം ഇതൊക്കെ ഞാനുണ്ടല്ലോ, ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം നിങ്ങൾക്ക്. നമ്മൾ എന്തൊരു സാധനവും ശരിക്കും മിക്കയിടത്തും ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കും, ഇന്ന സാധനമാണ്. അപ്പൊ പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞ് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അവർക്ക് ആ സാധനം തപ്പലില്ലാണ്ട് എടുക്കാം. പക്ഷെ എൻ്റെ അടുക്കളയിൽ ഇപ്പോൾ ആരും വന്ന് തപ്പാനൊന്നും പോള, ഞാൻ തന്നെ ഉള്ളൂ. അപ്പൊ അമ്മ എന്ത് ആക്കും, ഞാനിതിൻ്റെ പേരും എക്സ്പയറി ഡേറ്റ് അടക്കം അത് ചെറിയൊരു പീസ് വെട്ടിയിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ടേക്കും. അപ്പം നമുക്ക് അതിൻ്റെ ഡേറ്റും കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒട്ടിച്ച് വെച്ചാലും മതി. പേര് ഒട്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഡേറ്റ് കൂടി, എക്സ്പയറി ഡേറ്റ് കൂടിയിട്ട് ഒട്ടിച്ച് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇത് നമുക്കിങ്ങനെ പൊട്ടും. അതാണ് നമ്മുടെ ഒരു കണക്കിട്ടോ മക്കളെ. ഇത്തിരി ബട്ടർ വെറുതെ ഒന്നൊന്ന് റോസ്റ്റ് ആവാൻ വേണ്ടി മാത്രമാണ്. ഇനി ഇത് അമ്മ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇത് 1 കപ്പുണ്ട്, ഇത് 1/2 കപ്പ്. ഇതും വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. വറക്കണ്ട. ഇതിൻ്റെ തന്നെ ഭയങ്കര നാടൻ ഒരു പാസ്ത റെസിപ്പി, തനി നാടൻ. ഇത് മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഏജുകാർക്ക് വേണ്ടിയിട്ട് ഒരു നാടൻ പാസ്ത റെസിപ്പി അമ്മയുടെ കയ്യിലുണ്ട്. അത് ഞാൻ തരാം കേട്ടോ. അത് ഞാൻ എടുത്തരാം. ഇടയ്ക്കിടയ്ക്കായിട്ടൊക്കെ ഇടാം. ഇത് കുട്ടികൾക്ക് നല്ലതാണ്. ഇപ്പം നമ്മുടെ മക്കാനയും കാഷ്യൂനട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടി. ഇനി നമുക്കൊന്ന് വെള്ളത്തിൽ വേവിച്ചെടുക്കാം.
നമ്മുടെ 1 കപ്പ് മാക്രോണി അത് വെള്ളത്തിലേക്ക് ഇട്ടു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണേ. എന്ത് ഓയിൽ വേണേലും ഒരു ലേശം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒഴിച്ച ഒത്തിരി സൺഫ്ലവർ ഓയിലാണ്. അതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മാക്രോണി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇവിടെ എന്താ വെച്ചാൽ ഇനി ഇത് രണ്ടും നമ്മുടെ മക്കാനയും കാഷ്യൂനട്ടും മിക്സിയിൽ നമുക്ക് പാല് ചേർത്ത് അരച്ചെടുക്കണം. ഞാൻ ഇതിനകത്തേക്ക് ഇടാണ്. ഇട്ടപ്പോഴത്തേക്കും തിളച്ച് കഴിഞ്ഞു. മക്രോണി മക്കാന നമുക്ക് ആവശ്യത്തിനുള്ള പശുവും പാലാട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്, തിക്കായാലും. അപ്പോൾ ഇത് അരച്ചിട്ട് വരാം. അപ്പോൾ മക്കാന കാഷ്യൂനട്ട് പേസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. അതിൻ്റെ ക്രീം റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ മാക്രോണി നേരത്തെ വേവിച്ചേക്കായിരുന്നു, അതമ്മ ശ്രദ്ധിച്ചില്ല. ഒന്ന് വേവട്ടെ, കുറച്ചുകൂടി വേവാനുണ്ട്. ഇത് നമ്മളിങ്ങനെ തൊടുമ്പോൾ ഞെക്കുമ്പോൾ ഒന്ന് പൊട്ടും, അത്രയുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ വെക്കുമ്പോൾ നമ്മൾ ഇതിലേക്കും ഒരു കണ്ണ് കൊടുക്കണം. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ബ്രോക്കോളി ഇട്ട് കൊടുക്കുക. ഈ ബ്രോക്കോളി നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഉപ്പ് ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഈ ബ്രോക്കോളി സ്കൂളിലേക്ക് നമ്മൾ കൊടുത്തു വിടൂലേ, അപ്പോൾ നല്ല തിളക്കുന്ന വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ട് ഈ ബ്രോക്കോളി ചെറിയ പീസ് പോലെ ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് 3 മിനിറ്റ് അടച്ചു വെക്കണം. അപ്പോൾ ഒരു വേവ് കറക്റ്റായിരിക്കും. എന്നിട്ട് അത് വാര വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടും. സോൾട്ട് ചേർക്കണില്ല, ഇപ്പം ഇടുന്നില്ല. ഞാനത് ആവശ്യ സമയത്ത് ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളത് ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോന്ന് വേണമെങ്കിലും എടുക്കാം. പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ക്രീം ഇട്ട് ചെയ്യുമ്പോൾ തീ ഭയങ്കര കുറച്ച് ചെയ്യണം കേട്ടോ. ഇത് എന്ത് ക്യാപ്സിക്കം എടുക്കാം കേട്ടോ. മഞ്ഞ ഒക്കെ ആകുമ്പോൾ ഇച്ചിരി കളർഫുള്ളാവും. ഇപ്പം എനിക്ക് മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനത് റെഡും ആക്ച്വലി എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ക്യാരറ്റും എടുത്തു. ക്യാരറ്റും ഞാൻ ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാം. ഇതിനനുസരിച്ച് വേവ് കൂടുതലുള്ള സാധനമാണ്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇത് ക്യാപ്സിക്കവും ബ്രോക്കോളിയും കൂടി ഒന്ന് ചെറിയൊരു സോട്ട് ബട്ടറിൽ കിടന്നിട്ട് ഒന്ന് സോട്ടാക്കുക. മാക്രോണി റെഡി ആയി കഴിഞ്ഞു. കണ്ടോ, ക്യാപ്സിക്കവും ബ്രോക്കോളിയും സോട്ടായി. ഇനി നമുക്കത് പരത്തി വയ്ക്കാം. ഇനി ഇത് ഞാൻ പച്ച കോണ് എടുത്തതാണ്. അത് ഒന്ന് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ചെറിയൊരു വേവിച്ചെടുത്തതാട്ടോ. അതും ഒന്ന് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതൊക്കെ നല്ലതാണെന്ന് നമുക്കറിയാലോ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് കൂണും ഈ കാര്യങ്ങളെല്ലാം. ഇനി ഇവനും ഒന്നായി വരട്ടെ. ഇത് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ലേശം ഉപ്പിട്ട ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഇതിട്ട് കൊടുത്തേക്കണത്. പിന്നെ നമുക്ക് കുറച്ച് പാസ്തയൊക്കെ നമുക്ക് ഇപ്പം ഞാനൊരു 3-4 തരം പാസ്ത ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാഷ്യൂനട്ട് ബ്രോക്കോളി പാസ്ത, ബ്രോക്കോളി അല്ല കോളിഫ്ലവർ പാസ്ത ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ പാസ്ത ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു മഷ്റൂം പാസ്ത ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ മക്കാന വിത്ത് കാഷ്യൂനട്ട്. ഇതൊന്നും ആയിക്കഴിഞ്ഞു കേട്ടോ. ഇത് ഓൾറെഡി നമ്മൾ കുറച്ച് വേവിച്ച് വെച്ചേക്കണത് കൊണ്ടാണ് നമുക്കിത് ഈ രൂപത്തിലേക്ക് കിട്ടുന്നത്. നമ്മൾ ഇടുന്ന പേസ്റ്റ് എത്രയുണ്ടോ അത് നോക്കിയിട്ട് നമുക്ക് ഇട്ടായിരുന്നാൽ മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മഷ്റൂമാണ്. മഷ്റൂമും ഇതേപോലെ തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ മഴ പെയ്യുമ്പോൾ എൻ്റെ അമ്മ പറയും,
പറമ്പിൽ ഓടിപ്പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇടി വെട്ടുമ്പോൾ കൂണ് മുളയ്ക്കും എന്ന് പറയും. അത് സത്യമാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ കൂണിങ്ങനെ മുളച്ച് ഇങ്ങനെ കൂമ്പ് പോലെ നിൽക്കണ്ടാവും. അന്നൊക്കെ ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയില്ല. അമ്മ അത് അന്ന് വറുത്തരച്ചിട്ട് നല്ല വറുത്തരച്ച് കറി വെക്കും. കുറേ കൂടുതലൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇന്നാണ് ഇതിന് ഇത്ര തീ പിടിച്ച വിലയും ഒക്കെ വന്നേക്കണത്. അന്ന് അങ്ങനെ അത്ര വിലയൊന്നുമില്ല. കുറച്ചുകൂടി ബട്ടർ ഇട്ട് കൊടുക്കുന്നു. കുറച്ച് ചോപ്പ്ഡ് ഗാർലിക്ക് വേണം. അത് ഞാനിത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പാത്രമാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ട് എൻ്റെ പണ്ടത്തെ വീഡിയോയിൽ. വളരെ ഈസിയാണ്. ഈ കൊത്തിയരിയാനൊന്നും ഞാൻ നിൽക്കൂല. എനിക്കെല്ലാം വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ഇഷ്ടമുള്ള പോലെ നമുക്ക് പൊടിച്ചെടുക്കാം. കൈ ഇങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടൊന്ന് തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, നല്ല കുട്ടപ്പനായിട്ട് പൊടിഞ്ഞു കിട്ടും. ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഗാർലിക് ഇടുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഫൈനൽ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. ഇനി നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തു. നമുക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കാം. 1 സ്പൂണോളം ഉണ്ട്. അത് അമ്മ ഇട്ട് കൊടുത്തേ. ഇത് മൊരിയാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ആ ഒരു മണം മാറുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇതൊക്കെ ആവശ്യമനുസരിച്ച്. എനിക്ക് ഈ പച്ചക്കറിയൊക്കെ കുറേ കഴിക്കുന്നത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനിതൊക്കെ ഒരുപാട് ഇടുന്നത് കേട്ടോ. ഇത് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഈ പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മക്കാന പേസ്റ്റ്, ഞാൻ തീ നന്നായി കുറയ്ക്കുകയാണേ, ഒഴിച്ചു കൊടുക്കുക. വളരെ ക്രീമി ആയിട്ടുള്ള ഒരു പാസ്തയാണിത്. ഇതിലേക്ക് 2 ചീസ് സ്ലൈസ് കേട്ടോ, അതിട്ട് കൊടുക്കുകയാണ്. ക്രീമി മക്കാന പാസ്ത അടിപൊളിയായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു പൊടിക്കോളും കൂടി പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിക്കായിപ്പോവും. നല്ല അടിപൊളി ഹെൽത്തി പാസ്തയാണ് കേട്ടോ, മറക്കല്ലേ. വളരെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മളിത് എടുക്കുമ്പോൾ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. കണ്ട, കാഷ്യൂനട്ടും മറ്റേതും ഒക്കെ പാടെ. മൈദ ഇല്ല. നമ്മളിതെന്നും കഴിക്കുന്ന സാധനമല്ല, അപ്പം അതുകൊണ്ട് ഭയപ്പെട വേണ്ട. ഞാനിതിൻ്റെ തീയെ ഭയങ്കരമായിട്ട് കുറച്ചു കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കുക, കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മുടെ എല്ലാ മെത്തേഡ്സ് എല്ലാം ഒരേപോലെ. കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഉപ്പ് ഒക്കെ എങ്ങനെയുണ്ടെന്നൊന്നും ഞാൻ നോക്കട്ടെ. ചൂടാണ്. സാധാരണ പാസ്ത നമ്മൾ, പക്ഷേ ഇത് ട്രൈ ചെയ്യണം. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. വെരി എമ്മിയാണ്. പിള്ളേർ ചോദിച്ചു മേടിക്കും, നോ ഡൗട്ട് കേട്ടോ. ഒറിഗാനോൻ്റെ കുറച്ച് കുറവുണ്ട്, ഇച്ചിരി കൊടുക്കുക. ഓം ക്രീം കുട്ടിച്ചാത്ത. ഇനി ഇച്ചിരി ചില്ലി ഫ്ലേക്സ് കിടക്കട്ടെ. ഓം ക്രീം കുട്ടിച്ചാത്ത. എൻ്റെ ദൈവമേ, ചാത്ത സ്വാമി, തമാശക്കാണ്. നമ്മുടെ ക്രീമി പാസ്ത റെഡിയായി. ഇനി ബൗളിലേക്ക് സെറ്റ് ചെയ്യുക, കഴിക്കുക. ഹെൽത്തി, യമ്മി, വിത്തൗട്ട് മൈദ, വെരി ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണി
മക്കാന കാഷ്യൂനട്ട് പാസ്ത, വെജ് പാസ്ത റെഡി ആയി കഴിഞ്ഞു. ചിക്കൻ ചേർക്കണവർക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ അറിയാലോ, ചെറിയ പീസുകളൊക്കെ ഉപ്പും കുരുമുളകും ഇട്ട് വെക്കാം. എന്നിട്ട് ഇതിനെ ബട്ടറിൽ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ പാസ്തക്കുട്ട റെഡി ആയി. കണ്ടോ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ ഇത് ബൗളിലേക്ക് എടുക്കുക, സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് ഗാർലിക് ബ്രെഡ്, അതും ഒന്ന് ശരിയാക്കണം. ബ്രെഡ് ഇല്ല, അപ്പം അമ്മ എന്താക്കും, ഒരു ബണ്ണ് ഇരിപ്പുണ്ട്, ആ ബണ്ണിൽ ഗാർലിക് ഇടും. ഓക്കെ, ബ്രെഡ് ഇല്ല, അല്ല ഉസ്ക എന്താ, അതില്ല എൻ്റെ കയ്യിൽ. അപ്പം അത് കാരണം ഞാൻ ഇത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഇനി ഗാർലിക് ബ്രെഡ് ഒന്ന് ശരിയാക്കണ്ടേ, അത് നമുക്കൊന്നാക്കി കൊടുക്കാം കേട്ടോ. ഈ ബട്ടർ ഉണ്ടല്ലോ, അതാ ഗാർലിക് ഹെർബ്സും കൂടി ചേർന്നിട്ടുള്ള ബട്ടറാണ്. ഞാൻ ഒരിത്തിരി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പുരട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് അമ്മ അങ്ങനെ ചെയ്യുന്നില്ല. ഇതിപ്പോൾ തൽക്കാലം ഒന്ന് പൊരിഞ്ഞോട്ടെ. നമ്മൾക്ക് ഇത് ഗാർലിക്കിൻ്റെ ഇത് ശരിക്കും നമുക്ക് കടയിൽ നിന്ന് കിട്ടണ പോലെയൊന്നും ഉണ്ടാവില്ല, അതുപോലെ കിട്ടില്ല കേട്ടോ. കാരണം ഞാൻ അത്രയൊക്കെ അങ്ങോട്ട് വെൽ എക്സ്പീരിയൻസ്ഡ് ചോപ്പ്ഡ് അല്ല. അത് കാരണം ഇതൊന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഗാർലിക് ബട്ടറും ബ്രെഡും റെഡി ആയി കഴിയും. ഇന്ന് പാപ്പുവിന് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടതും ഇതാണ്. ഇന്ന് പാപ്പുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് നോക്കട്ടെ. ബണ്ണാണ്, നമ്മൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ആ ഒരു ഇത്. അപ്പോൾ ഇനി ഞാനത് ടേബിളിൽ കൊണ്ടുപോയി ഞാൻ കഴിക്കും. അപ്പോൾ അമ്മയുടെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ, എൻ്റെ പാപ്പൻ ഗ്രാൻഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ബെല്ലും ഹൈപ്പൊക്കെ കൊടുക്കാൻ ശ്രമിക്കണം. അല്ലാണ്ട് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ മറന്നുപോകും, കണ്ടിട്ട് ഇഷ്ടം കൊണ്ട് അത് മറന്നുപോകും. അപ്പം അതുകൊണ്ട് ആദ്യം അതങ്ങോട്ട് ചെയ്തോ, അതല്ലേ എനിക്ക് നല്ലത്. എന്നാലും ഞാൻ നല്ല നല്ല സാധനങ്ങൾ ഇട്ട് തരാം. അപ്പം അമ്മ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൊതിയാവണം. ആ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അമ്മമാരെ. അപ്പം പാപ്പൻ ഗ്രാൻഡ്മ ഒരു ആ കാഷ്യൂനട്ടിൻ്റെ ഒക്കെ ഒരു മധുരവും കൂടിയുണ്ട്, ഇതിന് ഒരു ടേസ്റ്റ് ഉണ്ട്. ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇഷ്ടമുള്ള പോലെ ഇട്ടോ. ഞാൻ എല്ലാവർക്കും വോയിസ് റിപ്ലൈ തരാട്ടോ. നിങ്ങൾ ചോദിച്ചോ ഓരോന്ന്, അമ്മ പറഞ്ഞു തരാം. ടാറ്റാ, ബൈ ബൈ.